ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു യാത്ര പുറപ്പെടുകയാണ്. ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ യാത്രയാണ്, സസ്പെൻസാണ്. ഞാൻ വന്നതിന് ശേഷം വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഇന്നത്തെ എൻ്റെ യാത്ര വരുന്നത് നമ്മുടെ പാലക്കാട് ടൗണിനടുത്തുള്ള കവ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 13-14 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം വരുന്നത്. ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപരിചയം ഉണ്ടാവും. കാരണം കുറേ അധികം സിനിമകളുടെ ചിത്രീകരണം ഈ സൈറ്റിലാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ ഒടിയൻ, മൃഗയ, കന്മദം അങ്ങനെയുള്ള കുറേ പ്രമുഖമായ ചിത്രങ്ങൾ ഇവിടെയാണ് ഷൂട്ടിംഗ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ കുതിരാൻ ടണൽ കടന്നു പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കവ വരുന്നത് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ മലയോരത്തിൻ്റെ താഴ്വാരത്തിലുള്ള ഒരു ഗ്രാമപ്രദേശത്തിലാണ് ഈ കവ ഐലൻഡ് വരുന്നത്. ഈ സ്ഥലത്തിന് ആനയ്ക്കൽ എന്ന് ഒരു അപരനാമം കൂടി ഉണ്ട് കേട്ടോ. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നൊരു പേരും കൂടി ഇതിനുണ്ട് കേട്ടോ. പാലക്കാടിൻ്റെ സൗന്ദര്യം, പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. ചോറുണ്ണേണ്ട സമയമായി. അപ്പം ഞങ്ങൾ ഷെഫ് പിള്ളയുടെ ഒരു സഞ്ചാരി റെസ്റ്റോറൻറ്റ് കണ്ടു, അവിടെ നിർത്തി അവിടെ കഴിക്കുകയാണ്. ഈ ഷെഫ് പിള്ളയുടെ ബ്രാൻഡഡ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 2021 കേട്ടോ. അത് ബാംഗ്ലൂരായിരുന്നു. പാലക്കാട് ഈ 2024 ഇനോഗ്രേഷൻ കഴിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. ഇപ്പം നമ്മൾ കഞ്ചിക്കോട് റെയിൽവേ ഗേറ്റിലാണ് നിൽക്കുന്നത്. ഒരു ഗേറ്റ് ക്ലോസിങ് കിട്ടി, നമുക്ക് വെയിറ്റ് ചെയ്യുകയാണ് ട്രെയിൻ കടന്നു പോകുന്നത് വരെ. പ്രകൃതി ഇവിടെ വളരെ മനോഹരമാണ് കേട്ടോ. പാലക്കാട് നെൽവയലുകളും മലനിരകളും തെങ്ങും തോപ്പുകളും കവുങ്ങും തോപ്പുകളും എല്ലാം കൊണ്ടും നമുക്ക് അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു നല്ല വൈബാണ് കേട്ടോ. ഇപ്പോൾ നല്ല കാട്ടിലേക്കാണ് ഇപ്പോൾ കയറുന്നത്. നല്ല ഫോറസ്റ്റ് ഏരിയ ആണിത്. ഇവിടെ നമുക്കങ്ങനെ വണ്ടി നിർത്താനോ ഇറങ്ങാനോ പാടില്ല എന്നൊക്കെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പതുക്കെ വണ്ടി സ്ലോ ആക്കിയിട്ടാണ് ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. നമുക്ക് വേറെ എവിടെ പോയാലും ഇത്രയും ഒരു കംഫർട്ട് നമുക്ക് മനസ്സിന് ഫീൽ ചെയ്യില്ല. വണ്ടി എടുത്തുകൊണ്ട് തന്നെ യാത്ര തുടരാം. അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. കുറച്ച് സമയം നമ്മുടെ സേഫ്റ്റി നോക്കിക്കൊണ്ട് തന്നെയാണ് അവരത് ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ പരിസരത്തു കൂടെ കടന്നു പോവുകയാണ് കേട്ടോ. മലമ്പുഴ ഡാമാണ് കാണുന്നത്. അവിടേക്കുള്ള എൻട്രിയാണ്. ഇവിടെ നിന്ന് ഒരു 10-12-13 കിലോമീറ്ററോളം ഉണ്ട് യാത്ര നമ്മൾ പറയുന്ന ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് കേട്ടോ. ഈ കവ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു.
കുറേ ഫിലിമുകളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഞാനിത് ഈ സ്ഥലത്തിൻ്റെ പേരധികം കേട്ടിട്ടില്ല കേട്ടോ. പക്ഷെ അത് പോകുന്ന വഴി വളരെ മനോഹരമാണ്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ പോകുമ്പോൾ കാണാനുള്ള കാര്യങ്ങൾ. ഈ ഫോറസ്റ്റ് ഏരിയയും അവിടുത്തെ പ്രകൃതി ഭംഗിയും മലകളും അങ്ങനെ ഉള്ള ഒരു പ്രത്യേക ഒരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ ഉള്ളത്. കവയിലേക്കുള്ള നമ്മുടെ യാത്ര ടൂ വീലറിലാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ചുറ്റിലുമുള്ള കാഴ്ചകൾ നല്ല രീതിയിൽ ആസ്വദിക്കാനും അവിടുത്തെ ഒരു ചെറിയ തണുപ്പ് ഉള്ള ഒരു കാറ്റ്, അതിൻ്റെ ഒരു സുഖം നമുക്ക് അനുഭവിക്കാനും ടൂ വീലറാണെങ്കിൽ അടിപൊളിയാണ്. ഇനിയിപ്പോൾ കാറാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഈ ഭാഗങ്ങളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സൊക്കെ താത്തിയിട്ട് അതിൻ്റേതായ ഒരു നേച്ചറിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര തുടരാം. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഈ യാത്രയിലെ ഈ അനുഭവങ്ങളാണ് നമുക്ക് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്. കണ്ടില്ലേ, ആ മലനിരകളൊക്കെ കണ്ടില്ലേ, എത്ര വലുതാണ്, ഇത്ര അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഏതാണ്ട് ഐലൻഡിൻ്റെ അടുത്ത് എത്താറായി. ഇനി അധികം ദൂരം ഇല്ല, എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇന്ന് ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് അത്യാവശ്യം സഞ്ചാരികളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് തുടങ്ങായി നമ്മളുടെ കവയുടെ ശരിക്കുള്ള പ്രകൃതി ഭംഗി കേട്ടോ. ഇത് ഒരു ഐലൻഡാണ്, നമ്മുടെ പാലക്കാട് ഡാമിൻ്റെ താഴ്വരയിലുള്ള ഒരു ഐലൻഡാണ് കേട്ടോ ഈ കവ എന്ന് പറയുന്ന സ്ഥലം. ഭൂപ്രകൃതി കാരണം വളരെ മനോഹാരിതയുള്ള ഒരു സ്ഥലമാണിത് കണ്ടോ. ഇതിനെയാണ് പറയണത് ഐലൻഡ് എന്ന്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരം. ഇവിടെയൊക്കെ ആൾക്കാർ വന്നിട്ട് ഇറങ്ങി അവിടെ ഇറങ്ങുന്നൊക്കെ ഉണ്ട്. അത്ര സേഫൊന്നുമല്ല, എന്നാലും അവർ ഇറങ്ങുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം. കൈ പിടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നാലും നമുക്ക് അത്യാവശ്യം ചെറുതരം സ്നാക്സും വെള്ളമൊക്കെ കിട്ടും. മുമ്പോട്ടുള്ള യാത്രയിലും ഇതൊക്കെ തന്നെയാണ് അടിപൊളി. അപ്പുറത്തു നിന്നുള്ള ഒരു മലയുടെ ഒരു സീനറി, വെള്ളം, പിന്നെ ഇവിടെ ഈ ഭാഗത്തുനിന്ന് ഉള്ള കാട്. ഇവിടെ വെള്ളം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ വെള്ളം കയറുമെന്നാണ് തോന്നുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഈ റോഡിൻ്റെ ലെവൽ വരെയൊക്കെ വെള്ളം ഇപ്പം നിൽക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഡിസ്റ്റൻസേ ബാക്കിയുള്ളൂ ഇത്ര ചൂടുള്ള സമയത്ത്. അപ്പോൾ മഴയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം കയറും തന്നെയാണ് തോന്നണത്. ഇവിടെ അടുത്തൊന്നും അങ്ങനെ താമസക്കാരധികമല്ലേ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്താണ് മഴക്കാലത്തെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കായിരുന്നു. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഈ യാത്രയുടെ ഒരു ഊർജ്ജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം പോലീസിൻ്റെ പെട്രോളിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കപ്പിൾസൊക്കെ ധാരാളമായിട്ട്, കപ്പിൾസാണോ അല്ലെങ്കിൽ ലവേഴ്സാണോ എന്നൊന്നും അറിയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു പോലീസുകാർ ഇങ്ങനെ അത്യാവശ്യം നല്ല പെട്രോളിങ്ങൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ധീരകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി പലരും ഇതിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാനും കൂടിയാണ് കേട്ടോ.